ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്നതും വളരാൻ പോസിബിലിറ്റി ഉള്ളത് ടെക്നോളജി മേഖലയ്ക്ക് തന്നെയാണ്. അതിൽ ആർക്കും ഒരു തർക്കവുമില്ല. ടെക്നോളജി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടെക് ഇൻഡസ്ട്രി ഒരുപാട് ഡൈവേഴ്സ് റേഞ്ച് ഓഫ് സ്കിൽ സെറ്റ് ഉള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം എന്ത് തന്നെയായാലും, അതിപ്പോൾ കോഡിംഗ് ആണെങ്കിലും നോൺ കോഡിംഗ് ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും സ്ട്രാറ്റജി ആണെങ്കിലും അതിനെല്ലാം തക്ക തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ടെക് ഇൻഡസ്ട്രി തരുന്നുണ്ട്. പക്ഷേ പലർക്കും ടെക് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റോ ഡേറ്റാ സയൻസിലോ എയിലേക്ക് ഒതുങ്ങി നിൽക്കുന്നത് മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അറിയാവുന്നവർക്കാണെങ്കിൽ കോഡിംഗ് എടുക്കണോ നോൺ കോഡിംഗ് ജോബ് റോൾസ് എടുക്കണോ എന്നുള്ളതിൽ വളരെ കൺഫ്യൂഷനാണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇന്നത്തെ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞ കൺഫ്യൂഷൻസ് എല്ലാം മാറുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഡിഫറെൻറ്റ് കോഡിംഗ് ജോബ്സ്, അതിന് വേണ്ടിയുള്ള സ്കിൽസ്, ഓരോ ജോബിൻ്റെയും കരിയർ പ്രോസ്പെക്ട്, സാലറി എന്നിവയെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനലിൽ ഡേറ്റാ സയൻസ്, ഡേറ്റാ അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫൈനാൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, മേൺ സ്റ്റാറ്റിംഗ് തുടങ്ങിയ വീഡിയോയിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിൻ്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പ് വന്നവർക്ക് ഒരു IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങളും ഒരു IT കരിയർ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും doubt ഉണ്ടെങ്കിൽ you can connect with us in 9746211123. So once again I'm Sahir. Welcome to the new video of Edu Learning. നമുക്ക് ആദ്യമായിട്ട് കോഡിംഗ് ജോബ്സ് നോക്കാം. ടെക് മേഖലയിൽ ഏറ്റവും കൂടുതൽ റിവാർഡിംഗ് ആയിട്ടുള്ളത് കോഡിംഗ് കരിയർ തന്നെയാണ്. അതിന് ആർക്കൊരു സംശയം വേണ്ട. പക്ഷേ എല്ലാവർക്കും എല്ലാം പറ്റിയതല്ല എന്ന് പറയുന്നില്ല. കോഡിംഗ് ജോബും എല്ലാവർക്കും പറ്റിയതല്ല. കോഡിംഗ് മേഖലയിൽ നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കണമെങ്കിൽ കണ്ടിന്യൂസ് ലേണിംഗ് മാൻഡേറ്ററി ആണ്. സോ അപ്പോൾ നിങ്ങൾ എന്താണ് കോഡിംഗ് ജോബ്സ് എന്ന് ചിന്തിക്കുക. കോഡിംഗ് ജോബിൽ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ്, വെബ്സൈറ്റ് ഓർ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടെക്നിക്കൽ സ്കിൽസ് ആണ് വേണ്ടത്. ഇതിനായിട്ട് അവർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് ഉപയോഗിക്കുന്നത്. കോഡിംഗ് സ്കിൽസ് വേണ്ട ആദ്യത്തെ ജോബ് റോളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നവർ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയും. വേരിയസ് ഇൻഡസ്ട്രീനെ സഹായിക്കുന്ന തരത്തിലുള്ള സിസ്റ്റംസ് ആൻഡ് ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ പ്രധാന ജോബ് റോൾ. ഇവർ മൊബൈൽ ആപ്ലിക്കേഷൻ, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ, വെബ് ആപ്ലിക്കേഷൻ, വെബ്സൈറ്റ്സ്, ERP തുടങ്ങി ഡിഫറെന്റ് ഡൊമൈൻസിൽ വർക്ക് ചെയ്യുന്നുണ്ടാകും. ഇവർക്ക് വേണ്ട പ്രധാനമായിട്ടുള്ള സ്കിൽസ് ആണ് നമ്പർ 1 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള സ്കിൽസ് ഇവർക്ക് മാൻഡേറ്ററി ആണ്. ലോകത്ത് ഏകദേശം 800ഓളം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇവർക്ക് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് പൈതൺ, ജാവാസ്ക്രിപ്റ്റ്, ജാവ, .NET ഒക്കെയാണ്. ഇതിന്റെ കൂടെ വെബ്സൈറ്റ് സ്ട്രക്ചർ ചെയ്യാനായിട്ട് HTML, CSS ഒക്കെ അറിഞ്ഞിരുന്നാൽ ബെറ്റർ ആണ്. രണ്ടാമതായിട്ട് അവർക്ക് വേണ്ട സ്കില്ലാണ് ഡേറ്റ സ്ട്രക്ചർ, അറേസ്, ലിങ്ക്ഡ് ലിസ്റ്റ്, ട്രീ എന്നിവയുള്ള നോളജ് കൂടാതെ ഡിഫറെന്റ് അൽഗോരിതംസ് ആയ സോർട്ടിംഗ്, സെർച്ചിങ് എന്നിവയുള്ള നോളജ് അവർക്ക് ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് റിലേഷണൽ ഡേറ്റാബേസ് ആയ SQL നോൺ റിലേഷണൽ ഡേറ്റാബേസ് ആയ MongoDB അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡേറ്റാബേസിലുള്ള നോളജ് അവർക്ക് ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യമാണ്. ഫ്രഷറായ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിന് 3.2 lakhs ഒക്കെ സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 5 year പുറത്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 10 to 12 lakhs ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സാലറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ജോബ് റോളാണ് ഡേറ്റാ സയന്റിസ്റ്റ്. കോംപ്ലക്സ് ഡേറ്റാ സെറ്റ്സിൽ നിന്നും ഇൻസൈറ്റ്സ് ഡിറൈവ് ചെയ്ത് ഓർഗനൈസേഷന് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ജോബ് റോള്. ഇവർ മെഷീൻ ലേണിംഗ് അൽഗോരിതം, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, മെഷീൻ ലേണിംഗ്, ഡേറ്റ അനാലിസിസ്, ഡേറ്റ ക്ലീനിങ് മെത്തേഡ്സ് ഒക്കെയാണ് അവർക്ക് വേണ്ട പ്രധാന സ്കിൽ എന്ന് പറയുന്നത്. കരിയർ പ്രോസ്പെക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തരി പോലും സംശയമില്ലാതെ ഏതൊരാൾക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കരിയറാണ് ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത്. ഡേറ്റാ സയൻസ് ഇപ്പോഴും അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജസ് ആണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഇനിഷ്യൽ സ്റ്റേജസ് പോലും ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഡേറ്റാ സയൻസ് മേഖലയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നാലും ഡേറ്റാ സയൻറ്റിസ്റ്റുകൾക്ക് ആ മേഖലയിൽ സ്കോപ്പ് ഉണ്ടെന്നാണ് വേറൊരു പ്രത്യേകത. നിങ്ങളിപ്പോൾ ഫിനാൻസ് ആണെങ്കിൽ, ഹെൽത്ത് കെയർ ആണെങ്കിൽ, ഇ-കോമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഈവൻ ഡിഫറെൻറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ബാങ്ക്സിനൊക്കെ എഡ്യൂറിൽ ഡേറ്റാ സയൻസ് പഠിക്കാൻ വന്നിട്ടുണ്ട്, വർക്കിംഗ് പ്രൊഫഷൻസ് വന്നിട്ടുണ്ട്. സോ അവരുടെ ഇൻഡസ്ട്രിയിൽ എങ്ങനെ ഡേറ്റ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതൊക്കെ അറിയാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഈവൻ ഡോക്ടേഴ്സ് വരെ വന്ന് ഡേറ്റാ സയൻസ് ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഇതിലൂടെ ഡേറ്റാ സയൻസ് ഓരോ ഇൻഡസ്ട്രിയിലുള്ള സ്കോപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഞാൻ ആവറേജ് ഒരു ഡേറ്റാ സയൻസ് ഫ്രഷറിന് 6 to 10 lakh എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 5 years ആൻഡ് എബോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 20 lakhs ആൻഡ് എബോ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സാലറിയാണ്. മൂന്നാമത്തെ ജോബ് റോളാണ് ഡെവോപ്സ് എഞ്ചിനീയർ. ഓപ്പറേഷൻസിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെയും ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഡെവോപ്സ് എഞ്ചിനീയറിൻ്റെ ജോബ് റോൾ. ഇവരുടെ പ്രധാന ജോലി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് സ്ട്രീം ലൈൻ ചെയ്യുക എന്നതാണ്. ഇവർ ഓട്ടോമേഷൻ ടൂൾസിലൂടെയും CI/CD പൈപ്പ്ലൈൻസിലൂടെയും ഡെവലപ്മെന്റ് സൈക്കിൾ കണ്ടിന്യൂസ് ഡെലിവറിയും ഡിലേയ്സ് മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവർക്ക് പ്രധാനമായിട്ട് വേണ്ട സ്കിൽ എന്ന് പറഞ്ഞാൽ പൈതൺ, PHP, ബാഷ് പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള നോളജാണ്. പിന്നെ ഏതെങ്കിലും ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് ആയ AWSലോ ഗൂഗിൾ ക്ലൗഡിലോ അഷ്യൂറിലേക്കുള്ള നോളജും അവർക്ക്
മസ്റ്റാണ്. ഇതിൻ്റെ കൂടെ CI/CD പൈപ്പ്ലൈൻസ് ആയ കുബർനെറ്റീസ്, ജെൻകിൻസ്, പിന്നെ സിസ്റ്റം സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ടൂൾസ് ലൈക്ക് പ്രൊമത്തസ് പോലുള്ള ടൂൾസിലുള്ള നോളജും അവർക്ക് ആവശ്യമാണ്. കരിയർ പ്രോസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളിന്ന് ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ക്ലൗഡ് ബേസ്ഡ് ആണ്. പിന്നെ കമ്പനീസ് എല്ലാം ഫാസ്റ്റർ ആൻഡ് റിലയബിൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൻ്റെ ആവശ്യകതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡെവോപ്സിൻ്റെ ഡിമാൻഡ് കഴിഞ്ഞ 1-2 വർഷമായിട്ട് വളരെയധികം കൂടിയിട്ടുണ്ട്. ഒരു എൻട്രി ലെവൽ ഡെവോപ്സ് എഞ്ചിനീയറിന് പോലും 6 to 8 lakhs സാലറി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 4ാമതായിട്ടുള്ള ജോബ് റോളാണ് മൊബൈൽ ആപ്പ് ഡെവലപ്പർ. പേര് പോലെ തന്നെ മൊബൈൽ ഡിവൈസസിൽ വർക്കാകുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ജോബ് റോൾ. ഇവർക്ക് വേണ്ട സ്കിൽസിന് നോക്കുമ്പോൾ നമുക്ക് മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് 2ആയിട്ട് തരംതിരിക്കാൻ പറ്റും. നേറ്റീവ് ഡെവലപ്പേഴ്സും ഹൈബ്രിഡ് ആപ്പ് ഡെവലപ്പേഴ്സും. നേറ്റീവ് ആപ്പ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് മൊബൈൽ OS അനുസൃതമായിട്ട് ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ആൻഡ്രോയിഡ് OS അനുസൃതമായിട്ടുള്ള ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്, iOS OS അനുസൃതമായിട്ടുള്ള ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിൻഡോസ് OS അനുസൃതമായിട്ടുള്ള ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ട് അത് ആൻഡ്രോയിഡ് OSനും വിൻഡോസ് OSനും അല്ലെങ്കിൽ iOS OSനൊക്കെ ചെയ്യുന്ന രീതിയാണ് ഹൈബ്രിഡ് ആപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ നേറ്റീവ് ആപ്പ് ഡെവലപ്മെൻ്റ് ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് iOS ആപ്പ് ബിൽഡ് ചെയ്യാനാണ് സ്വിഫ്റ്റും കോട്ട്ലിൻ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെൻറ്റ് ഉപയോഗിക്കാം. നിങ്ങൾ ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ റിയാക്ട് നേറ്റീവോ ഫ്ലട്ടറോ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇത്തരത്തിൽ പറഞ്ഞ ടെക്നോളജിയിലുപരി API ഇൻ്റഗ്രേഷനെ കുറിച്ച് നല്ലതുപോലെ മൊബൈൽ ആപ്പ് ഡെവലപ്പറിന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിനായിട്ട് അവർക്ക് RESTful API, GraphQL ഒക്കെ ഉള്ള നോളജാണ് വേണ്ടത്. കരിയർ പ്രോസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ ഇതും ഒട്ടും സംശയിക്കാതെ ആർക്കും പഠിക്കാവുന്ന, ആർക്കും നേടാവുന്ന ഒരു സ്കില്ലാണ് മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് മെജോറിറ്റി ആൾക്കാരും വേറെ ഏത് ഡിവൈസിനെക്കാട്ടി കൂടുതൽ യൂസ് ചെയ്യുന്നത് മൊബൈൽ ഡിവൈസസ് ആണ്. ഈവൻ കമ്പ്യൂട്ടറും ലാപ്പും ടെലിവിഷൻ ഇല്ലാത്ത സ്ഥലത്ത് പോലും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് പോലും മൊബൈൽ ഡിവൈസസ് എന്ന് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇനി വരുന്ന കാലഘട്ടത്തിലും മൊബൈൽ ഡിവൈസിന് വളരെയധികം ഡിമാൻഡ് കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഫ്രഷർ മൊബൈൽ ഡെവലപ്പറിന് ഒരു 4 to 6 lakhs സാലറി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. 5ാമതായിട്ട് ഉള്ളതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻ എന്തെങ്കിലും ബഗ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എറേഴ്സ് ഉണ്ടോ, അത് കൃത്യമായിട്ടാണോ പ്രവർത്തിക്കുന്നത് നോക്കുന്നതാണ് ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്ററിൻ്റെ ജോബ് റോൾ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ടെസ്റ്റ് നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം, മാനുവൽ ടെസ്റ്റിംഗ് എന്നും ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്നും. മാനുവൽ ടെസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് ഒരു സ്കില്ലും വേണ്ടത്, ലോജിക്കലി ചിന്തിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. അത് പ്രാക്ടീസിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എഡ്യൂറിൽ 45 days ഒക്കെ കൊണ്ട് നിങ്ങൾക്കൊരു മാനുവൽ ടെസ്റ്റിംഗ് ജോബിന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. 2ാമതായിട്ട് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്. ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൽ നിങ്ങൾ ടൂൾസ് ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങൾ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നോളജ് വേണം. ജാവയോ പൈതണോ ഏതെങ്കിലും ആവാം. ഞാൻ പ്രിഫറബിളി പൈതണോ ജാവയാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ കൂടെ ഓട്ടോമേഷൻ ടൂൾസായ സെലീനിയം, മൊബൈൽ ടെസ്റ്റിംഗായിട്ട് API ടെസ്റ്റിംഗായിട്ട് പോസ്റ്റ്മാൻ, ടാസ്ക് മാനേജർ, ജിറ പോലുള്ള ടൂൾസിലുള്ള നോളജ് ആവശ്യമാണ്. ഒരു ഫ്രഷർ എന്ന നിലയിലാണ് ആവറേജ് 3.3 lakhs മുതൽ 5 lakhs ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിന് സാലറി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. 6ാമതായിട്ടുള്ള ജോബ് റോളാണ് ഗെയിം ഡെവലപ്മെൻറ്റ്. പണ്ട് കുട്ടികൾ മാത്രമേ ഗെയിം കളിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു ഇൻഡസ്ട്രി കൂടാണ് ഗെയിം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്നും ചെറുതും വലുതുമായിട്ടുള്ള ആൾക്കാരെല്ലാം ഗെയിം കളിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കളിക്കുന്നത് മൊബൈൽ ഡിവൈസസിലൂടെയാണ്. സോ ഇത്തരത്തിൽ ഡിഫറെൻറ്റ് ഡിവൈസസിൽ കളിക്കാൻ പറ്റുന്ന ഗെയിംസ് ഡെവലപ്പ് ചെയ്യുന്ന കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അവരുടെ പ്രധാന ജോബ് റോൾ എന്ന് പറയുന്നത്. ഇവർക്ക് പ്രധാനമായും വേണ്ട സ്കില്ലെന്ന് പറഞ്ഞാൽ C++, അല്ലെങ്കിൽ പൈതൺ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുള്ള നോളജ് ഉണ്ടായിരിക്കണം. കൂടാതെ ഗെയിംസ് ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻജിൻസായ യൂണിറ്റി, അൺറിയൽ പോലുള്ളവയിലും നല്ല നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ ഈ ടൂൾസിലേക്ക് ഉപരി ഗെയിം ഡിസൈൻ പ്രിൻസിപ്പിൾസിനെ കുറിച്ചും ഫിസിക്സ് സിമുലേഷൻസിനെ കുറിച്ചും ഗ്രാഫിക്സ് APISെ കുറിച്ചുള്ള നോളജൊക്കെ ഒരു ഗെയിം ഡെവലപ്പറിന് ഉണ്ടായിരിക്കേണ്ടതാണ്. ദെൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് ചിലപ്പം നമ്മൾ ഗെയിംസിൽ കാണുന്ന ഡിഫറെൻറ്റ് അസറ്റ്സ് ഉണ്ട്. ആ അസറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മായ, ബ്ലെൻഡർ, അഡോബ് ക്രിയേറ്റ് സ്യൂട്ട് എന്നിവയിലും നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ്. കരിയർ പ്രോസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ ഗെയിം ഡെവലപ്പേഴ്സിന് വീഡിയോ ഗെയിം ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയിലും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലും VR/AR ഇൻഡസ്ട്രിയിലും മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ വളരെയധികം സ്കോപ്പാണ് കണ്ടുവരുന്നത്. ഒരു ഫ്രഷറിന് 5 to 7 lakh സാലറി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിന്ന് 6 കോഡിംഗ് ജോബ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഡേറ്റ സയൻസ്, ഡെവോപ്സ് എഞ്ചിനീയർ, മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഗെയിം ഡെവലപ്മെൻറ്റ്. നമുക്കിനി നോൺ കോഡിംഗ് ജോബ്സിനെ കുറിച്ച് നോക്കാം. നോൺ കോഡിംഗ് ജോബിനെ കുറിച്ച് നോക്കുന്നത് എന്താണ് നോൺ കോഡിംഗ് ജോബ്സ് എന്ന് ആദ്യം മനസ്സിലാക്കാം. നോൺ കോഡിംഗ് ജോബ്സ് എന്ന് പറയുന്നത് ടെക്നോളജി ഉപയോഗിച്ച് ബിസിനസിൻ്റെ ഓപ്പറേഷണൽ എക്സലൻസ് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ജോബ് റോൾസ് ആണ്. ഇത്തരത്തിലുള്ള ജോബ് റോൾസ് ഡിജിറ്റൽ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാനും ബിസിനസ് നീഡ്സ് അനലൈസ് ചെയ്യാനും യൂസർ എക്സ്പീരിയൻസ് കൂട്ടാനും ഒക്കെ വളരെ മാൻഡേറ്ററി ആണ്. നോൺ കോഡിംഗ് ജോബ്സിൽ ആദ്യം പറയാനുള്ളത് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ജോബ് റോളാണ്. ഡിസൈൻ ചെയ്ത്
എലമെൻറ്റ്സിലൂടെ ഒരു ബ്രാൻഡിൻ്റെ ഐഡിയാസ്, കൺസെപ്റ്റ്സ്, മെസ്സേജ് എല്ലാം കൺവേ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ജോബ് റോൾ. ഇവർ ഡിജിറ്റൽ ആൻഡ് പ്രിന്റ് മീഡിയ ഇൻക്ലൂഡിംഗ് വെബ്സൈറ്റ്സ്, അഡ്വർടൈസ്മെന്റ്സ്, ബ്രോഷേഴ്സ്, സോഷ്യൽ മീഡിയ പോസ്റ്റിനും ബ്രാൻഡിംഗ് മെറ്റീരിയൽസും വിഷ്വൽ കോൺസെപ്റ്റ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ളവരായിരിക്കണം. ഗ്രാഫിക് ഡിസൈനിങ്ങിനകത്ത് തന്നെ വ്യത്യസ്ത മേഖലയാണുള്ളത്. UI UX ഡിസൈനിങ്, ഡിജിറ്റൽ ഇല്ലസ്ട്രേഷൻ, മോഷൻ ഗ്രാഫിക്സ്. ഇതിലേതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. ഒരു ഗ്രാഫിക് ഡിസൈനറിന് അറിഞ്ഞിരിക്കുന്ന ഒരു ടൂളാണ് അഡോബ് ഇല്ലസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ്, ഇൻഡിസൈൻ അല്ലെങ്കിൽ സ്കെച്ച് പോലുള്ള ടൂൾസ്. നിങ്ങൾ UI UX ആണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫിഗ്മ, അഡോബ് XD തുടങ്ങിയ ടൂൾസുള്ള നോളജ് മാൻഡേറ്ററി ആണ്. ഗ്രാഫിക് ഡിസൈനിങ്ങിന് മുകളിൽ പറഞ്ഞ ടൂൾസുള്ള നോളജ് മാത്രം പോരാ, മറിച്ച് ഒരു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും അതിനെ കൺവേ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി വേണം. ചുരുങ്ങിയ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും വരയ്ക്കാൻ ക്യാപ്പബിലിറ്റി ഉള്ളവർക്ക് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഗ്രാഫിക് ഡിസൈൻ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു കരിയർ ആയിരിക്കും. പണ്ടൊക്കെ അഡ്വർടൈസ്മെൻറ്റ്, മീഡിയ ഇൻഡസ്ട്രിയിൽ മാത്രമാണ് ഗ്രാഫിക് ഡിസൈനറിൻ്റെ ആവശ്യം വന്നിരുന്നുണ്ടെങ്കിൽ പക്ഷേ ഇന്നിപ്പോൾ എല്ലാ കമ്പനിയിലും ഗ്രാഫിക് ഡിസൈനറിൻ്റെ വേക്കൻസീസ് കണ്ടുവരുന്നുണ്ട്. ഒരു പ്രധാന കാരണം എല്ലാ കമ്പനിയും ഡിജിറ്റൽ മാർക്കറ്റിംഗിന് റിലേ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിൽ കുറച്ച് എമൗണ്ടെങ്കിലും കുറച്ച് ബഡ്ജറ്റെങ്കിലും മാറ്റി വയ്ക്കുന്നു എന്നുള്ളതാണ്. ഒരു എൻട്രി ലെവൽ ഗ്രാഫിക് ഡിസൈൻ 2.4 lakh മുതൽ 4.5 lakh ഒരു സാലറി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ജോബ് റോളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒരു ബ്രാൻഡിൻ്റെ എൻഗേജ്മെൻറ്റ്, വിസിബിലിറ്റി, സെയിൽസ് എല്ലാം കൂട്ടുക എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്ററിൻ്റെ ജോബ് റോൾ എന്ന് പറയുന്നത്. ഇവർ ഇതിനായിട്ട് സെർച്ച് എഞ്ചിൻ, ഇമെയിൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ എന്നിവയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ട സ്കിൽസ് എന്താണെന്നും അതെങ്ങനെ പഠിക്കണം എന്നും അതിൻ്റെ പ്രോസ്പെക്റ്റ് എന്താണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തൊക്കെ സ്കില്ലാണ് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിലും അതിനെ പറ്റിയ ഫ്രീ റിസോഴ്സ് എന്തൊക്കെയാണെന്നും അതിൻ്റെ കരിയർ പ്രോസ്പെക്റ്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ പ്ലേലിസ്റ്റിലെ വീഡിയോസ് കണ്ടാൽ മതിയാകും. എന്നിരുന്നാലും ഏതൊക്കെ സ്കില്ലാണ് മാൻഡേറ്ററി ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണ്ടതെന്നുള്ള പെട്ടെന്ന് പറഞ്ഞുതരാം. SEO, SMM, ഇമെയിൽ മാർക്കറ്റിംഗ്, കോണ്ടന്റ് റൈറ്റിംഗ് ഒക്കെയാണ് പ്രധാനമായിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണ്ട സ്കിൽസ് എന്ന് പറയുന്നത്. ഒരു ഫ്രഷർ ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്ററിന് ഒരു 3 to 5 lakh സാലറി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നാലാമത്തെ ജോബ് റോളാണ് വീഡിയോ എഡിറ്റർ എന്ന് പറയുന്നത്. റോ ആൻഡ് റെക്കോർഡഡ് ഫൂട്ടേജസിനെ എൻഗേജിങ് സ്റ്റോറീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ജോബ് റോൾ എന്ന് പറയുന്നത്. ഇവർ വ്യത്യസ്ത തരത്തിലുള്ള വീഡിയോ കോണ്ടന്റ്സ് ലൈക്ക് ഫിലിംസ്, അഡ്വർടൈസ്മെൻറ്റ്സ്, സോഷ്യൽ മീഡിയ വീഡിയോസ്, കോർപ്പറേറ്റ് വീഡിയോസ് തുടങ്ങിയവയൊക്കെ ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ളവരായിരിക്കണം. ഇവർ ഇതിന് പുറമെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്കിൽസ് ആയ കളർ കറക്ഷൻ, സൗണ്ട് എഡിറ്റിംഗ്, വിഷ്വൽ എഫക്ട്സ് എന്നിവയെക്കുറിച്ചൊക്കെ അറിവുള്ളവരായിരിക്കണം. ഇവർക്ക് പ്രധാനമായിട്ടും വേണ്ട ടൂൾസിലുള്ള നോളജ് എന്ന് പറയുന്നത് വീഡിയോ എഡിറ്റിംഗ് ടൂൾസായ അഡോബ് പ്രീമിയർ, ഫൈനൽ കട്ട് പ്രോ, ഫിലിമോറ പോലെ ഉള്ളവയിലാണ്. വീഡിയോ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള സൗണ്ട് ഡിസൈനിങ്ങിലും നോളജ് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഒരു എൻട്രി ലെവൽ വീഡിയോ എഡിറ്ററിന് 2.5 lakh മുതൽ 3.8 lakh ഒരു സാലറി ലഭിക്കുന്നതാണ്. അടുത്ത ജോബ് റോളാണ് ഡേറ്റ അനലിസ്റ്റ്. ഏതൊരാൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുത്ത് ജോലി നേടാൻ പറ്റുന്ന ഒട്ടനവധി ജോലി സാധ്യതയുള്ളൊരു മേഖലയാണ് ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഡേറ്റയിൽ നിന്നും ബിസിനസ്സിന് കോസ്റ്റ് കട്ട് ചെയ്യുന്നതിനും ബിസിനസ് പ്രോസസ് സ്ട്രീം ലൈൻ ചെയ്യുന്നതിനുള്ള പ്രോസസ്സ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ജോബ് റോൾ എന്ന് പറയുന്നത്. ഒരു ഡേറ്റ അനലിസ്റ്റ് വേണ്ട സ്കിൽസ് പ്രധാനമായും എക്സൽ, ടാബ്ലോ, പവർ BI, SQL ഇതിൽ ഏതെങ്കിലും ഒന്നിൽ മാസ്റ്റർ ആയാൽ മതിയാവും. കൂടാതെ കറൻ്റ്ലി പല കമ്പനീസും പൈതണിൻ്റെ ലൈബ്രറീസ് നമ്പയിലും പാണ്ടാസിലും ഒക്കെയുള്ള സ്കിൽസ് ചോദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സ്കിൽസും കൂടെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. കരിയർ പ്രോസ്പെക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട സ്കിൽസാണ് ഡേറ്റ അനാലിസിസ് മാത്രമേ ഞാൻ പറയാറുള്ളൂ. പലരും ഡേറ്റ അനാലിസിസ് സ്കിൽ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് മിഡ് കരിയർ ഒരു ക്രൈസിസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇന്നിപ്പോൾ മിഡ് കരിയറിൽ നിൽക്കുന്ന പല ആൾക്കാരും എഡ്യൂറിൽ ഡേറ്റ അനാലിസിസ് പഠിക്കാനും അവരുടെ കരിയർ അതിനുശേഷം വളരെയധികം ഗ്രോത്ത് നേടുന്നതൊക്കെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളതാണ്. ഈവൻ ചെറിയ കമ്പനി മുതൽ വലിയ പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയിലുള്ള ആൾക്കാർ പോലും എഡ്യൂർ വന്ന ഡേറ്റ അനാലിസിസ് പഠിച്ച് കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്കും ഫ്രഷർ ആണെങ്കിൽ കൂടി നിങ്ങൾക്കും പഠിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്കില്ലായിരിക്കും ഡേറ്റ അനാലിസിസ് എന്നുള്ളൊരു സംശയവുമില്ല. ഒരു ഫ്രഷർ നിലയിൽ നേടാൻ പറ്റുന്ന സാലറി ഒരു 3.6 lakh മുതൽ 7 lakh ആണ്. 5 years ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 12.5 lakh മുതൽ 18 lakh ഒക്കെ സാലറി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോഡിംഗ് ജോബ്സിനെ കുറിച്ചും നോൺ കോഡിംഗ് ജോബ്സും എന്തൊക്കെയാണെന്ന് മനസ്സിലായി. കോഡിംഗ് ജോബ്സ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഗെയിം ഡെവലപ്മെൻറ്റ്, മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ്, ഡേറ്റ സയൻസ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡെവോപ്സ് ഒക്കെയാണ്. നോൺ കോഡിംഗ് ജോബ്സ് ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ ഡിസൈനിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡേറ്റ അനാലിസിസ് ഒക്കെയാണ്. നിങ്ങളുടെ സ്കിൽസും സ്ട്രെങ്സും പ്രിഫറൻസും ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യൂ. നിങ്ങൾക്ക് അങ്ങനെ കരിയർ ചൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് മീ 97462123. ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കും. ഇതുപോലത്തെ വീഡിയോയ്ക്ക് ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.